ഒരു പെട്ടിക്കട പോലത്തെ റൂമിൽ 80 ആൾക്ക് വോട്ട്. ജമ്മത്തിൽ കല്യാണം കഴിക്കാത്തൊരു ചങ്ങായിക്കത് 52 കുട്ടികൾ. ചെറിയ സംഭവമാണോ? ഇങ്ങനെ ഓരോന്നും കുത്തും കോമയൊക്കെ പേരായി സ്വീകരിച്ച് എന്തെല്ലാം കോലത്തിലുള്ള തിരിമറികൾ ഒരു ബൂത്തിലെ പാർട്ടി പ്രവർത്തകർ നടത്തുന്ന പണിയാണ് എൻ്റെ രാഹുൽ ഗാന്ധി എടുത്തത്. അദ്ദേഹത്തെ പോലെ എല്ലാ വാർഡിലും ഓരോന്നുണ്ടായാൽ മതിയായിരുന്നു. എൻ്റെ കൽബിയായിട്ടുള്ളൊരു അഭിപ്രായമാണ്. എത്ര സസൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി കൊണ്ടുവന്നത്. പക്ഷെ നമ്മളെ ഇടതുപക്ഷ സ്നേഹിതന്മാരൊക്കെ അതിൻ്റെ കൂടെ നിൽക്കണതല്ല. അവർ ശ്രദ്ധ തിരിക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ വേറെ പല കോലത്തിലേക്കും കൊണ്ടുപോവുക. ഇപ്പം നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുടെ പാർപ്പിടം, ഭക്ഷ്യസുരക്ഷ, അവരുടെ ശുചിത്വം, അവരുടെ ആഭ്യന്തര സുരക്ഷിതത്വം, അല്ലെങ്കിൽ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം, ഇതൊന്നല്ല അയാളെ ചർച്ച. എന്താ? തൊലാക്ക്, ഹിജാബ്, മന്ദിർ, മസ്ജിദ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചർച്ച. എന്നാ കേരളത്തിലും അതുപോലെ തന്നെയാണ്. കേരളത്തിലും ഇതുപോലത്തെ ഓരോ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാഫിർ കണ്ടില്ലേ, ഓരോ പ്രയോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ചർച്ച ചെയ്ത് നീങ്ങുകയാണ്. വലിയ അപകടകരമായ പോക്കാണ് 2 ഗവൺമെന്റിന്റെ തലവന്മാരിൽ നിന്നും രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചിത്രം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. കാരണം നമ്മളെ കല്യാണത്തിനൊക്കെ തേടന്മാർ പോയിട്ട് പുതിയാപ്പള്ളിനെ കൊണ്ടുവരണം വരണ വേണ്ടിയാണ് വെള്ളാപ്പള്ളിനേറ്റ് പിണറായി കാറ് വന്നിറങ്ങുന്നത്. അല്ല, ചിത്രം കാണണം. ഈ ഇങ്ങനെ അപകടകരമായ വർത്താനം പറയുമ്പോഴൊക്കെ എന്നിട്ട് അതിന് ദുർവ്യാഖ്യം. ഇപ്പൊ എൻ്റെ പഴയ സുഹൃത്ത് ജലീൽ പറഞ്ഞ എന്താ, വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തെ പറഞ്ഞിട്ടേ ഇല്ല, ലീഗിനെ പറഞ്ഞത്. അവ നമ്മളെ കുട്ടികളൊക്കെ വാട്സപ്പിലായി ശരിക്കും അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം കാന്തപുരത്തെ പറഞ്ഞു. അദ്ദേഹം ആരൊക്കെ പറയാൻ ബാക്കിയുണ്ട് എല്ലാം പറഞ്ഞു. കുറച്ച് കാട് കടന്ന് പറഞ്ഞു. ഞാനതൊക്കെ വിശദീകരിക്കണമെന്ന് ആഗ്രഹിച്ച സമയമില്ല. ജലീൽ അതൊന്നല്ല നോക്കുന്നത്. ജലീൽ ഉറക്കത്തിൽ കണ്ടതൊക്കെ ഇങ്ങനെ പത്രസമ്മേളനം നടത്തുകയാണ്. എന്താ ഉറക്കത്തിൽ കണ്ടത്? അതൊക്കെ പിറ്റെന്താ വന്നിട്ട് ഓനൊരു ദിവസം ഇങ്ങനെ ഉറക്കത്തിൽ കാണുകയാണ്, ഇങ്ങനെ സ്വർഗം കണ്ട്. അതിൽ ഇയാളില്ല, EMS ഇല്ല, മറ്റുള്ളവരൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഹൈദരലി തങ്ങളും ആലിക്കുട്ടി മുസ്ലിയാരും പോണ സ്വർഗത്തേക്ക് ഞാനില്ല, അതിൽ EMS ഇല്ലെങ്കിൽ. ഭയങ്കര വാശിയൊരു മനുഷ്യന്. എന്താ പറയണതെന്നൊരു പിടുത്തമില്ല. ഇന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഇന്നലെ പറഞ്ഞത് ഓനക്കെതിരെ വിടുന്നത് മുഴുവൻ നമ്മുടെ ചാനലുകാരെ വക തന്നെ. 1-ാം തീയതി പറഞ്ഞതിന് ഓൻ തന്നെ 2-ാം തീയതി മറുപടി പറയുന്നുണ്ട്. 2-ാം തീയതി ഓൻ പറഞ്ഞതിന് 3-ാം തീയതി തന്നെ മറുപടി പറയുന്നുണ്ട്. എന്താ പറയണമെന്ന് ഒരു പിടുത്തമില്ല. പറയുന്നത് എന്താന്നുള്ളത് ഒരു അഡ്രസ്സ് ഇല്ല. ഒരു ബെല്ലും ബ്രേക്കും ലൈസൻസും ബാഡ്ജും ഇല്ലാത്ത പോക്കാണ്. അതാണ് നമ്മൾ കാണുന്നത്. അപ്പം അതാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ വലിയൊരു ആസ്ഥാന മന്ദിരം ഇതുപോലെ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അതൊന്നും അങ്ങനെ നടക്കൂല, അതിലൊക്കെ വലിയ സംഭവങ്ങളുണ്ട്, ആ പണമൊക്കെ പൂഴ്ത്തിയതാനുള്ള ആരോപണം ഉന്നയിച്ചപ്പോൾ അതവിടെ പൊങ്ങി വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച സമയത്ത് മനുഷ്യൻ വന്നു. എന്താ പറയുന്നത്? അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞിങ്ങനെ പിന്നെ അതിൽ CHൻ്റെ പേരിലൊന്നും കാണാനില്ല. ഒരു മനുഷ്യൻ്റെ ബുദ്ധി പോയപ്പോൾ ഓനെപ്പറ്റി ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലെ കോരൂനെ ഓർമ്മ വരുന്നത്. കോരൂനെ ആൾക്കാർ പറയല്ലേ ആകാശവാണി കോരു എന്നാണ്. റേഡിയോ അങ്ങനെ എടുത്തേക്കും മൂപ്പര്. എന്നിട്ട് ഓരോ വാർത്ത ഇങ്ങനെ കേൾക്കുന്ന പൂട്ടുന്ന ആൾക്കാർ അവിടെ അതിന് അഭിപ്രായം പറയും. ഇതിങ്ങനെ കേൾക്കുകയാണ്. ഒരു ദിവസം പീടികയിലിരുന്ന് റേഡിയോ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ റേഡിയോ പറയുന്നത് എന്താണെന്നറിയാം, അടുത്ത 2 ദിവസങ്ങളിലായി ശക്തമായ ഇടിമിന്നലിനോടൊപ്പം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത ഉണ്ട്. അപ്പോൾ കോരോ പൂട്ടിയിട്ട് ചോദിച്ച് ആൾക്കാരോട്, ഇപ്പം പറഞ്ഞ് നിങ്ങൾ കേട്ടോ, അടുത്ത 2 ദിവസം ശക്തമായ ഇടിമിന്നലിനോടൊപ്പം ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത ഉണ്ട്. കോര് പറഞ്ഞ അതിൽ വലിയൊരു തെറ്റുണ്ട്. അതെന്താ? ഈ ഇടിമിന്നലും കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ എങ്ങനെ മഴ ഒറ്റപ്പെടുക എന്നാണ് മൂപ്പര വർത്താനം. ഒന്ന് ആലോചിച്ചൊക്കെയാണെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനത്തെ ബുദ്ധി തോന്നുകയാണെങ്കിൽ എന്താ ഇപ്പം നമ്മൾ കാട്ടുക? അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട മഴ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രയോഗമാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു 4-5 കൊല്ലം മുമ്പേ നമ്മൾ നേരത്തെ കൊടുത്തൊരു പഴയ തുണി വന്നിട്ട് അത് എടുത്തിട്ട് അത് ആ തുണി ഇപ്പോഴും ഓനക്ക് കീറാതെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണമെങ്കിലും ഉണ്ടല്ലോ. എന്നാ ഓൻ്റെ തുണി കീറിയോ നോക്കണുണ്ടോ? അതല്ലേ നമ്മൾ നോക്കേണ്ടത്? ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ എന്താ പറയേണ്ടത്? ഇന്നിപ്പോൾ നാസർ ഫൈസി കൂടത്തായി മനോഹരമായ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയിൽ അല്ല തന്നൊരു ഓർമ്മയുണ്ട്.
അത് സത്യമാണല്ലോ. ഈ ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇപ്പൊ തുപ്രങ്ങോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അവിടെ ഒരു സ്ഥലത്ത് ഓഫീസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ചാലഞ്ച് നടത്തുന്നുണ്ട്. ഒരു ബക്കറ്റ് ബിരിയാണി വരെ കൊടുന്നു തരും. അതിന് കൊടുക്കേണ്ടത് 500 രൂപയാണ്. ബിരിയാണിക്ക് ഇപ്പോൾ 60 രൂപ കൊടുത്താൽ ഇവിടെ കിട്ടുമല്ലോ. 500 രൂപ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ? ഒരു 5 ആൾക്ക് കഴിക്കാനുള്ള ഒരു ബക്കറ്റ് ബിരിയാണി തരികയാണ്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഓരോ സംഭവങ്ങളാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിൽ കയറിയപ്പോൾ ബസ്സിൽ കണ്ടക്ടർ ഞാൻ പൈസ അങ്ങോട്ട് കൊടുക്കാതെ നിന്നപ്പോൾ മൂപ്പര് ഒരു ബക്കറ്റ് ആയിട്ട് കണ്ടുവരികയാണ്. അപ്പോൾ എന്താ, ഒരു കിഡ്നി രോഗിക്കുള്ള പിരിവാ ബസ്സിൽ. അന്നത്തെ ഓട്ടം ആ സാധുവിന് അവരെ കൂട്ടത്തിലുള്ളൊരു കണ്ടക്ടർക്ക് വേണ്ടിയാണ്. കുറ്റിപ്പുറത്തേക്ക് എൻ്റെ പൈസ 13 രൂപയാണ്. പക്ഷെ ഞാൻ ഇട്ടത് അതല്ല. അതെന്താ? ചികിത്സയാണ്. അവിടെ കുറ്റിപ്പുറത്തേക്ക് 13 എന്നുള്ളത് പറഞ്ഞാണ്ട് 100 തന്നെയാണ്ട് അവിടെ ഒന്ന് പത്രസമ്മേളനം നടത്തല. അങ്ങനെയാണെങ്കിൽ എത്ര നടത്തണം? നമ്മുടെ നാട്ടിൽ കോയമുട ലേലം ചെയ്യൽ എത്രയുടെ 1 ലക്ഷത്തിനാണ്. അതിനെന്താ പറയേണ്ടത്? പെടക്കോയുടെ മുടക്ക് ഇത്ര റുപ്യാകുമെന്ന് വെച്ചിട്ടാണ് പത്രസമ്മേളനം വിളിക്കല്. ഒരു മനുഷ്യൻ ഇങ്ങനെ തരം താഴാൻ പാടുണ്ടോ? ഞങ്ങൾ കൊടുക്കും. മുസ്ലിം ലീഗിനാ ഞങ്ങൾ കൊടുക്കുന്നത്. മുസ്ലിം ലീഗിന് ജീവൻ കൊടുത്ത ആൾക്കാരുണ്ട് ഇവിടെ. മുസ്ലിം ലീഗിന് വേണ്ടി അധ്വാനിക്കുന്നവരാ ഞങ്ങൾ. അപ്പം ആ തുണി ഞങ്ങൾക്ക് വെറുതെ തരികയാണ്. ആ തുണിക്ക് ഞങ്ങൾ എത്ര കൊടുത്താലെന്താ? നിങ്ങൾക്കറിയോ, എൻ്റെ ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോൾ വന്യരായ ഹൈദരലി തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഓഫീസിലെ യോഗത്തിൽ. എന്താണ് തങ്ങൾക്ക് വേണ്ടി നമ്മൾ നിത്യസ്മാരകമായി നിർമ്മിക്കേണ്ടത്? അവളുടെ അഭിപ്രായം അനുസരിച്ച് വന്നപ്പോൾ മുസ്ലിം ലീഗരോട് ചോദിച്ച 1 രൂപ നാണയം, ഒരു കൊട്ടനുറുപ്പ്യ എടുത്താൽ, നാടൻ ഭാഷയിൽ തിരിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൊട്ടനുറുപ്പ്യ ലീഗേര് തന്നാൽ 1000കണക്കിന് താജ്മഹലുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. പക്ഷെ കാക്കക്ക് കാഷ്ടിക്കാൻ എന്തിനാ നമുക്ക് ആ രമ്യഹർമ്മ്യങ്ങൾ? ജനങ്ങൾക്ക് ഉപകാരമുള്ള വല്ലതും ഉണ്ടാക്കട്ടെ. അങ്ങനെയാണ് ബൈത്തുറഹ്മ വരുന്നത്. നമ്മളെ പരിപാടി അതാണ്. നമ്മൾ ഈ നാടിൻ്റെ ഓരോ സംഗതികൾ ഓർത്താ പോകുന്നത്. ഇവിടെ രണ്ടത്താണിയുടെ പ്രസംഗത്തിൽ കണ്ടില്ല നിങ്ങൾ? നമ്മൾ നിലനിൽപ്പ് അവതാളത്തിലായി പോവുക മനുഷ്യ. ഈ സമയത്ത് CAA NRC വരുന്നുണ്ട്, ഏക സിവിൽ കോഡ് വരുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ അപകടകരമായി വരിക. വഖഫ് അവതാളത്തിലാകുകയാണ്. ഇവിടെയും അവർ വിഷയങ്ങളാണ്. ഇവർക്കൊന്നും ഇതിനൊന്നും നേരമില്ല. എന്നിട്ട് ഇങ്ങനെ 400 രൂപേൻ്റെ തുണി 600 രൂപ കൊടുത്താൽ അതല്ല ഞങ്ങളെ വിഷയം. ഞങ്ങളെ വിഷയം എന്താ അറിയുക? 10000 രൂപേൻ്റെ ഭൂമി 1.25 വിറ്റിക്കണമെന്നുള്ള, അതാണ് ഞങ്ങളെ പ്രശ്നം. അവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്. അതെങ്ങനെ? ജനുവരിയിൽ ഒരാളെ അടുത്തുനിന്ന് 20,000 രൂപയ്ക്കും 30,000 രൂപയ്ക്ക് കൊണ്ട് വാങ്ങിയിട്ട് ഫെബ്രുവരിയിൽ 1.25 ഗവൺമെന്റിന് കൊടുക്കുക. അതേതാ കച്ചവടം? അപ്പൊ ഇതൊക്കെ ജനങ്ങളുടെ എല്ലാം കുടിക്കടം പകർത്തുകയാണ്. വിടൂല. ഞങ്ങളിതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. നിങ്ങൾ കണ്ടോ? നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് മുനീർ സാഹിബ് മനോഹരമാക്കി ഇന്ത്യയിലെ നമ്പർ 1 എന്ന് പറഞ്ഞ എല്ലാ സംഭവങ്ങളും അവതാളത്തിലായിരിക്കുകയാണ്. നമ്മളെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾക്കറിയോ? നമ്മളെ വഖഫില് നമ്മുടെ നാട്ടിൽ കൊടുത്തിരുന്ന ചികിത്സാ സഹായം 8 കൊല്ലമായിട്ട് മുടങ്ങിക്കുകയാണ്. 8 കൊല്ലമായിട്ട്. പെൺകുട്ടികളെ കല്യാണത്തിന് ഉസ്താദന്മാർക്ക് കൊടുത്തിരുന്ന് നിന്നിക്കാണ് 7.5 കൊല്ലായി. ഏതാത് കണക്ക് വരെ നിങ്ങൾ കയറിയത് തന്നെ. നിങ്ങൾ ഈ കയറിയത് തന്നെയാണ്. നിങ്ങൾ കയറിയത് എല്ലാവരും ഏത് ഇഷാർത്തില്ലാത്തവനും പറഞ്ഞത് പാരാ ഭരിക്കണെന്നുള്ളതാണ്. ഇപ്പൊ അടുത്ത് ആംബുലൻസിൽ ഒരു ചങ്ങായിനെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് വലിയ ഇഷാർത്തൊന്നും ഇല്ല. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ ബന്ധുക്കൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഉമ്മ അത് വന്നിക്കണം, മാളും അത് വന്നിക്കണെന്നൊക്കെ പറഞ്ഞു. തന്താണ്ടൊന്നും ശ്രദ്ധിക്കണില്ല. 2 വെട്ട് ചാടിപ്പോയോ തന്തം കണ്ട് ചോദിക്കാണ് ഇടത് വന്നു. അതാണ് വിട്ട് ചാടിപ്പോൾ മനസ്സിലായി മൂപ്പർക്ക് ഇഷാർത്തായി ഇടത് വന്നിക്കണെന്നുള്ളത്. അപ്പൊ ഏത് ഇഷാർത്തില്ലാത്തവനും ഇടത് വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അത് നമ്മുടെ നാട്ടിൽ കാണുകയാണ്. ഓരോ രംഗത്തും കാണുകയാണ്. ഏത് രംഗത്താണ് ഇവര് മര്യാദക്ക് ഭരിച്ചിട്ടുള്ളത്? എന്നാലോ വർഗീയത കാണിക്കുന്നതിന് വല്ല കയ്യും കണക്കുണ്ടോ? താന്തോന്നികളെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. താന്തോന്നികളെ പോലെ. ചെറിയ സംഗതികളൊന്നല്ല. നമ്മളിതിനെ കാണുകയാണ്. അപകടകരമായ പോക്കാണ്. കാരണം ഇയാൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നരേന്ദ്രമോദി BJPക്ക് ഒരു MLA ഇല്ലാതെ പിണറായി വിജയനിലൂടെ കേരളത്തിൽ അങ്ങനെയുള്ള രീതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. BJPക്ക് ഒരു ഉറുപ്പിയുടെ ചെലവില്ല. പക്ഷെ അവരുടെ മുറാദുകളൊക്കെ ഹാസിലായിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം വകുപ്പാ നിങ്ങൾ കൊടുത്തത്? കുറച്ചാണോ? CAA NRC റാലിയിൽ തക്ബീർ മുഴക്കിയപ്പോൾ അവിടെ ആ തക്ബീർ മുഴക്കലിൽ ഭീകരവാദികളുടെ ശബ്ദമുണ്ട് എന്ന് പറഞ്ഞത് കൊടിയേരിയ. ഉടനെ കേരളത്തിന് നിയമസഭയിൽ പറഞ്ഞു. ആര്?
ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? CA-NRC റാലിയിൽ, പൗരത്വ റാലിയിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയെന്ന്. ആരാണ് അത് ഏറ്റുപിടിച്ചത്? അത് ഏറ്റുപിടിച്ചത് സാക്ഷാൽ നരേന്ദ്രമോദി. അയാൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞു, കേരള കെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കഹ CA-NRC റാലി മേ ആതങ്കവാദി ഹേ. എന്താ ഇതിന്റെ അർത്ഥം? CA-NRC റാലിയിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിരിക്കണെന്ന്. പിന്നെ വേറൊരു ചങ്ങായി ഉണ്ടായിരുന്നു, പാവം, BS അച്യുതാനന്ദൻ. മൂപ്പര് ഒരു ദിവസം ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്നൊരു വെടി പൊട്ടിച്ചു. എന്താ പറഞ്ഞത്? ഈ മുസ്ലിം ചെറുപ്പക്കാര് ഹൈന്ദവ കുട്ടികളെ ലൈനടിച്ച് കല്യാണം കഴിച്ച് മക്കളെ ജനിപ്പിച്ച് ഒരു 2025, 30, 35 ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല. അത് പറഞ്ഞേക്ക് യോഗി ആദിത്യനാഥാണ്. UP നിയമസഭയിൽ പറഞ്ഞത്. കേരള കെ മാർക്സ്വാദി സാമ്യവാദി മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദനെ കഹ. അച്യുതാനന്ദൻ പറഞ്ഞു, എന്താ? കേരള മേ ലവ് ജിഹാദ് ഹേ. ഈ മലപ്പുറത്തിന്റെ സുൽത്താൻ അടക്കം ആരെങ്കിലും പ്രതികരിച്ചോ? ആരെങ്കിലും പ്രതികരിച്ചോ? ഇപ്പൊ കണ്ടോ? ഇപ്പൊ അൻവർ അത് നടന്ന് പറയുന്നു. അൻവർ നിലമ്പൂരിൽ നിന്ന് പറയല്ല, അൻവർ നാള് കളമശ്ശേരി പോയി, അൻവർ നാള് കോഴിക്കോട്. അൻവർ ഇപ്പൊ മജീദൂരിക്കൽ തൈലം വെക്കാൻ നടക്കുന്നത് നടന്നാണ്. തരിപ്പ് കടച്ചിൽ വാദം എന്ന് പറയുമ്പോൾ ആൾക്കാരിങ്ങനെ കൂടുകയാണ്. അപ്പൊ ഈ പഴയ എവിടുന്നൊക്കെ ആൾക്കാർ വന്നെന്നറിയോ? ആ പുന്നപ്ര വയലാർന്ന് കേൾക്കാൻ വന്നിങ്ങനെ അരീക്കോട്ടേക്ക്. പുന്നപ്ര വയലാർന്ന് തന്നെ നിങ്ങളെ ബദറു ഉഹദും നടന്ന സ്ഥല. മൊറാഴാക്കുന്നിൻ്റെ അവിടുന്ന് ഒരു സഖാവ് വന്നിരുന്നു. മൊറാഴാക്കുന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉഹദ് മലയെ സഖാക്കളെ അവിടെ വന്നു. എന്താ അൻവറാക്ക പറയുന്നത് നോക്കട്ടെ പറഞ്ഞു ചാനലേരോട്. കമ്മ്യൂണിസ്റ്റ് മാർച്ചിട്ടു പാട്ടിൽ നിങ്ങൾ ഈ നടത്തുന്ന ഏർപ്പാടൊക്കെ എന്താ? ഒരു വിഷയം, ഒരു ഏതുണ്ട് കിട്ടി അതിൻ്റെ പിന്നാലെ അങ്ങ് ഓടുകയാണ്. അതിൻ്റെ വസ്തുത നോക്കൂല, കുടുംബം കൊളായാലും വേണ്ടില്ല. അതല്ല ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ നോക്കൂ. ഇന്നാലിപ്പോൾ അവർക്കെതിരെ ഈ കുലുമാല് മുഴുവൻ വരുമ്പോൾ അവരെന്താ പറയുന്നത്? ഞങ്ങൾക്ക് കുടുംബമുണ്ടേ, ഞങ്ങൾക്ക് കുടുംബമില്ലേ, ഞങ്ങൾക്ക് മക്കളില്ലേ, ഞങ്ങൾക്ക് ഭാര്യയും പെങ്ങന്മാരും ഉമ്മയൊന്നുമില്ലേ? എൻ്റെ കുഞ്ഞാപ്പാനങ്ങൾ എത്ര വേട്ടയാടി. എടാ ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്താ പറഞ്ഞത്? അല്ലെ, ക്ലിപ്പ് ഹൗസിൽ വൈഫ് ഹൗസിൽ പോകാൻ നേരമില്ലാത്ത മനുഷ്യനാണ് ആ ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി ക്ലിപ്പ് ഹൗസിലിട്ട് പീഡിപ്പിച്ചു പറഞ്ഞു. നോക്കണം, നിങ്ങളുടെ ആളുകൾ എന്ത് ചെയ്താലും അത് നിങ്ങൾ തന്നെ അതാണ് തേച്ച് മാറ്റി. ഞാൻ പറയുന്നത് ഇതൊന്നൊരു ഇവിടെയുള്ള ഊങ്ങല്ല നല്ലവരായ ലീഗരോട് ഞാൻ പറയാണ്. ഇവിടുത്തെ മാർക്സിസ്റ്റേര്, ഇവിടുത്തെ ലീഗല്ലാത്ത നമ്മളെ എതിർക്കണ ഏത് പാർട്ടിക്കാരായാലും ഇമ്മാതിരത്തെ ഒരു സംഭവം ഉണ്ടായാൽ പോലും കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുന്ന പടച്ചോനെ പേടിയുള്ള ഒരാളത് പറഞ്ഞു നടക്കാൻ പാടില്ല. കാരണം എന്താ അറിയാം, ഒരു മനുഷ്യ ഒരാളെ ഒരു കുറ്റം പറഞ്ഞ് പരിഹസിച്ചാൽ ആ കുറ്റം ചെയ്യാതെ അവൻ മരിക്കൂല എന്നാണ് പരിശുദ്ധ ദീൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങൾ കണ്ടോ? ഇവരൊക്കെ കണ്ട, ഇവരെ MLA-മാർ ഫോൺ ചെയ്ത രാജിയെ കണ്ട ഓരോരുത്തരും. ഇപ്പോൾ അതിലൊരു മന്ത്രി അല്ലേ, ആ മന്ത്രി വിളിച്ചതൊക്കെ എന്നോട് ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്നോട് ഇതും കേട്ടു. അപ്പം എന്നോട് വേറെ സ്നേഹിതം പറഞ്ഞു, ഇപ്പോൾ കേൾക്കണ്ട. ഇപ്പോൾ കേട്ടോ എന്നോട് പറയാണ്, ഏതായാലും വിളിച്ചാൽ മക്കൾ റേഞ്ചിലോടത്തുനിന്ന് വിളിച്ചുകൂടായിരുന്നില്ല. നല്ല രസമുണ്ട് അത്രേ. ഓൻ പറയാണ്, റേഞ്ചിലോടത്തുനിന്ന് വിളിച്ചുകൂടായിരുന്നില്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. കാണാണ്, ഇന്നലെയും കണ്ടില്ലേ, മിനിഞ്ഞാന്ന് കണ്ടില്ലേ? നിങ്ങൾക്ക് എന്തോ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം നടക്കുന്ന ആളാന്നുള്ള കെയർ ഓഫ് പറഞ്ഞിട്ടാണ് ഷാഫി പറമ്പിലിനെതിരെ പോയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുകേഷിൻ്റെ ഒപ്പം ആ മറ്റേ മന്ത്രിയുടെ ഒപ്പം ഇപ്പം ഉണ്ടായ ഏർപ്പാടുകളിൽ എന്തെല്ലാം. ആരാ നിങ്ങളെ ഈ പരാതിക്കാരൊക്കെ? ആരാ നിങ്ങളെ പരാതിക്കാരൊക്കെ? നിങ്ങളെ പാർട്ടിയിലെ പെണ്ണുങ്ങളാണ്. അതാ രസം. DYFIയുടെ വനിതാ വിഭാഗ നേതാക്കളെ, SFI-കാരികൾ, മറ്റുള്ളവർ എന്തെല്ലാം. എന്നിട്ട് എന്താണെന്ന് അറിയാം, നാട്ടുകാരതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കണം. നിങ്ങളതും നിങ്ങൾ തന്നെ അന്വേഷിക്കുക. അതാ രസം. നിങ്ങൾ തന്നെ അന്വേഷിക്കുക. ഇപ്പം ഇവിടെ ഒരു കള്ളം കടന്നു നോട്ടുക, ഷട്ടറൊക്കെ കുത്തി പൊട്ടിച്ചിട്ട്. അപ്പോൾ ഇവിടെ കൽപ്പഞ്ചേരി പോലീസ് സ്റ്റേഷനല്ലേ, തിരൂര് പോലീസ് SI ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ SI-നോട് പറയാണ്, ആര് ഈ തുറന്നോൻ പറയാണ്, അത് ഞാൻ അന്വേഷിച്ചോളാം. എങ്ങനെ ഉണ്ടാവും? ഓനെന്നെ അന്വേഷിക്കുക. ഇവരെ ഏർപ്പാട് എന്താണെന്ന് ഇവരെന്നെ അന്വേഷിക്കും. അപ്പോൾ ആ ഷൊർണൂർ ശശിക്കെതിരെ ആരോപണം വന്നവർ പിന്നെ രണ്ടാളെ വിട്ടു. നമ്മളെ ശ്രീമതി ടീച്ചറും ബാലനും ഓല് രണ്ടാളും പോയിട്ട് വന്നിട്ട് പാർട്ടിക്ക് എത്തി കൊടുത്തിക്കാണ്. എന്താണെന്നറിയോ? തീവ്ര കടുപ്പം കുറഞ്ഞ ബലാത്സംഗം. നോക്കണം, അതിൻ്റെ അടിയിൽ ഒഴിവുണ്ടെങ്കിൽ താല്പര്യമില്ലായ്മ, ഉന്മേഷക്കുറവൊന്നും കൂടി എൻ്റെ എഴുതി കൂടായിരുന്ന അതായിരുന്നു ഏറ്റവും നന്നായിരുന്നത്.
ഇങ്ങനെ ഒരു പാർട്ടി ആലം ദുന്യാവിൽ വേറുണ്ടോ? നിങ്ങൾക്ക് മറ്റുള്ളവരതൊക്കെ കുടിക്കടം പകർത്തുക, മറ്റുള്ളവരുടെ നെഞ്ഞത്ത് കയറുക. നിങ്ങൾക്ക് എന്തോ നിങ്ങൾ കേസ് കുടുങ്ങിയൊരു പ്രശ്നമില്ല, ഞങ്ങൾ എന്തെങ്കിലും കുടുങ്ങിയ ഒരു ഇതുമില്ല. നിങ്ങൾ കണ്ടില്ല എത്ര പിടികിട്ടാ പുള്ളികളായവരൊക്കെ ഉണ്ടാക്കും. ഇപ്പം റിയാസ്, മന്ത്രി റിയാസ് കരിപ്പൂർ എയർപോർട്ട് നോക്കണം നിങ്ങൾ, കരിപ്പൂർ എയർപോർട്ട് അടിച്ചു തകർത്ത കേസിലെ പ്രതിയാണ്. കരിപ്പൂർ എയർപോർട്ട് അടിച്ചു തകർത്ത കേസിലെ പിടികിട്ടാ പുള്ളിയാണ് റിയാസ്. ആരെടുത്ത ആഭ്യന്തരം? അമ്മോസന്റെ അടുത്ത്. ആരാ പിടികിട്ടാ പുള്ളി? മരുവന് പിടികിട്ടാ പുള്ളി. ഒരു പിടിക്കോയിക്കുട്ടിനെ അറുത്തുകാണ്ട് അതിനുണ്ട് വിളിച്ചാൽ കിട്ടൂല പുതപ്പിന്റെ ഓട്ടെന്ന്. മരുവന് എന്ന് പറഞ്ഞ സാധനം അതല്ലേ? മോളോട് പറയങ്ങട്ട് വാ കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ വിളിച്ചാൽ വരുമല്ലോ റിയാസ്. അമ്മോസനുണ്ട് ഭാര്യ കിട്ടണ മുതലാണ്. എന്നിട്ട് അയാളെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റാത്തൊരു എത്ര കണ്ണിച്ചോരില്ലാത്ത ഞാൻ എണ്ണണം. സാജൻ എന്ന് പറഞ്ഞൊരു ഗൾഫുകാരുണ്ടായിരുന്നു. മാർച്ചിറ്റ് പാർട്ടിക്ക് വേണ്ടി ജാഥ വിളിച്ച് നടന്നിരുന്ന കുട്ടിയാ. ഞാൻ ആന്തൂര് പോയിട്ടുണ്ട്. ആന്തൂര് എന്ന് പറഞ്ഞത് അവിടുത്തെ നഗരസഭയുടെ ചെയർപേഴ്സൺ ആരാന്നറിയോ? നിങ്ങളെ വലിയ കാലിയൻ ഗോവിന്ദൻ മാഷ മെമ്പർന്നോളാ. എന്താ പാർട്ട്ണർഷിപ്പ് ചേർക്കണം. ഓൻ്റെ കല്യാണ മണ്ഡപം, പാർത്ത കല്യാണ മണ്ഡപം കാട്ടപ്പ കെട്ടിയിട്ട് കിടക്കുന്നുണ്ട് അവിടെ. ഒന്ന് പോയി നോക്കണം നിങ്ങളത്. ഞാൻ കണ്ടിട്ടുണ്ട് അത്. ആ പാർത്ത കല്യാണ മണ്ഡപത്തിൻ്റെ ഓണറായിട്ടുള്ള സാജൻ സമ്മേളനത്തിന് പിരിവ് കൊടുക്കാത്ത കാരണത്താൽ ഓനക്ക് ലൈസൻസ് കൊടുത്തില്ല. മതിൽ പോരാന്നറിയും, ഹൈറ്റ് കൂടിയ പൊളിക്കാൻ പറയും. ഇട്ട് സ്വീപ്പാക്കിയപ്പോൾ ഓൻ ചെയ്തെന്നറിയോ? ഓൻ ഒരു കയറിൻ്റെ കണ്ടെത്തുമ്പോൾ തൂങ്ങി മരിച്ച്. ഇത്ര ദിവസത്തെ ദേശാഭിമാനി എഴുതിയത് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലുണ്ട്. ഞാൻ അന്ന് ദേശാഭിമാനി വായിച്ചപ്പോൾ എനിക്കും ആ ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും കിട്ടി. എന്താണ് അതെന്നറിയാം? ഇവൻ വേറൊരു പെണ്ണിനേറ്റ് ലൈനുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഒരിക്കലും പറയാം വേണ്ട. ചന്ദ്രശേഖരൻ നിങ്ങളെപ്പോലത്തെ ഒരു പാർട്ടി ആലം ദുന്യാവിൽ വേറെ ഉണ്ടോ? നിങ്ങൾ നോക്കുകയാണ്, നിങ്ങൾ മാഷാ അല്ലാ എന്നുള്ള സ്റ്റിക്കർ ഏറ്റ് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊല്ലുക. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? മരിച്ചാൽ ഇത് കൊല്ലാൻ വന്ന കാറ് പിടിക്കപ്പെട്ടാൽ മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ. ഇതിന് പണി എന്ന് തുടങ്ങിയിരിക്കണ അറിയാം? ഞാനും എൻ ഷംസുദ്ദീനും നമ്മുടെ ഇയാളില്ലേ പിന്നെ ദുബായ് KMCCയുടെ എളേറ്റിൽ ഇബ്രാഹിം സാഹിബിൻ്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഫ്ലാഷ് ന്യൂസ് കേരളത്തിലേക്ക് ഭീകരവാദികൾ നുഴഞ്ഞു കയറി. പിണറായി കേരളത്തിലേക്ക് ഭീകരവാദികൾ നുഴഞ്ഞു കയറിയത് ഗൗരവപൂർവ്വം അന്വേഷിക്കണം. KT ജലീൽ. ഇവർ രണ്ടാളും ഇടയിൽ ഇങ്ങനെ പോയിരിക്കുകയാണ് ഭീകരവാദിനെ നോക്കിയിട്ട്. അത് കണ്ടപ്പോൾ ഷംസു എന്നോട് പറഞ്ഞു എന്തെന്നറിയാം, എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. അല്ല എന്താ ഇപ്പം ഇതിങ്ങനെയെന്ന്. അപ്പം എന്താ സംഭവം എന്നറിയാം? പിറ്റേഴ്സല്ല, അതിൻ്റെ പിറ്റേഴ്സായി TP ചന്ദ്രശേഖരനെ കൊല്ലണം. ഈ TP ചന്ദ്രശേഖരനെ കൊന്നത് മുസ്ലിം ഭീകരവാദികളാന്ന് വരുത്താനാണ് മാഷാ അല്ലാ എന്നുള്ള സ്റ്റിക്കറേറ്റ് പോയത്. എന്നിട്ട് ആ കൊലപാതകം കഴിഞ്ഞിട്ട് കൈരളി ചാനലിൽ ഷാഫി തൊപ്പിയിട്ടിട്ട് ഭക്ഷണം കഴിക്കുന്ന ചിത്രം, ഇവരെ ഈ കൊടി സുനിയുടെ കൂടെ ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രം കാണിച്ചിട്ട് മുസ്ലിം ഭീകരവാദികൾ നുഴഞ്ഞു കയറി എന്നുള്ളത് ഒന്നും കൂടി ഇങ്ങോട്ട് ഉറപ്പിച്ച്, മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ച്. പോരാത്തതിന് ദേശാഭിമാനി എഴുതിയൊരു കടുപ്പുണ്ട്. ഈ നാട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ ചിന്തിച്ചോളൂ, നിങ്ങളെ ഈ പോക്ക് കണ്ടിട്ട് നിങ്ങളെ പാർട്ടിയിൽ നിന്ന് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇന്ന് ഞാൻ രാങ്ങാട്ടൂരിൽ നിന്ന് കണ്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ ബസ് കയറാൻ കണ്ടു വന്നത്. ബസ് കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചങ്ങാതി ഈ സ്കൂട്ടി ഇങ്ങനെ കൊടുന്ന് വളച്ചിട്ട് എൻ്റെ അടുത്തുണ്ട് കൊടുന്ന് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ കഴിഞ്ഞ മാസം വരെ മാർക്സിസ്റ്റ് ആയിരുന്നു. ഞാൻ രാജിവെച്ചിക്കണ് അൽഹംദുലില്ലാ ഇപ്പം ലീഗിലാണ്. ഓൻ്റെ മഹ്റജ് എന്നൊക്കെ ഉണ്ട് വന്നപ്പോൾ ഞാൻ സത്യം അങ്ങനെ ഉണ്ടല്ലോ ഒരാൾ, ഒരു മുത്തലക്കായ സഖാവ് ലീഗിലേക്ക് കയറി എന്നതിൻ്റെ ശേഷം അൽഹംദുലില്ലാ. ഞാൻ ചോദിച്ചു, ഞാൻ കളവ് പറയില്ല, എന്താ അറിയാം, പെരുമുക്കിലാണ്. അഷ്റഫ് എന്നാണ് അവൻ്റെ പേര്. ഞാനിത് പിന്നെ ഓൺലൈനിൽ പോവുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. പിന്നെ അതുകൊണ്ട് ആളെ പേര് തന്നെയാണ് പറയുന്നത്. ചങ്ങരംകുളത്ത് പെരുമുക്കിലെ അഷ്റഫ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ തപ്പത്തപ്പോൾ അങ്ങനെ ഓരോരുത്തർ വൈക്കെന്ന് കാണുന്നവരൊക്കെ പറയാം മടുത്തുക്കണ് മാനെ, ഞങ്ങളിതിന് കിട്ടൂല. എന്നാലും നമ്മൾ ഈ നാട്ടിലുണ്ട് കുറേ സഖാക്കൾ, വലുതൊന്നും ചിന്തിക്കൂല. നോക്കണം എന്താ കടുപ്പെന്നറിയോ? മാഷാ അല്ലാ എന്നുള്ള സ്റ്റിക്കർ കൊണ്ടുപോയി ഇതൊക്കെ നടത്തിയതിന് ശേഷം ദേശാഭിമാനി ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട്. എന്താ അറിയോ? വള്ളിക്കാട് ജുമാ മസ്ജിദിലെ ലൈറ്റ് പുലരും വരെ കത്തിക്കൊണ്ടിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? അവിടെ വെച്ചിട്ടാണ് ഇത് ആസൂത്രണം ചെയ്തത്. ഏതാ? വള്ളിക്കാട് ജുമാ മസ്ജിദ്, TP ചന്ദ്രശേഖരന്റെ മഹലാണത്. അങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ? ഓല്
എന്നിട്ട് ആരാന്റെ മേത്ത് കിഴ അവിടെയും പറഞ്ഞു എന്ത് അറിയോ, TP ചന്ദ്രശേഖരൻ വേറെ ഒരു പമ്പറന്നോളേറ്റ് കമ്പനി ഉണ്ടായിരുന്നു. ഇവർക്ക് പറ്റിയില്ലെങ്കിൽ അപ്പൊ ഓരോരുത്തരെ പിടിച്ചിട്ടും പറയും, ഓരോരുത്തരെയും. അത് ഇന്ന് പ്രത്യേകമായി പഴയ പത്രകട്ടിങ്ങൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ബഹാവുദ്ദീൻ ഉസ്താദിനെതിരെ നിങ്ങളെ നീക്കം കണ്ടപ്പോൾ ഞങ്ങളൊന്ന് കുടിക്കടം പകർത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാം, എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു നബിദിനം നടന്ന റബീഉൽ അവ്വലാണ്. ഈ സമയത്താണ് ബഹാവുദ്ദീൻ ഉസ്താദിനെ പോലത്തെ ആളുകൾ ഒരു മജ്‌ലിസിൽ പ്രസംഗിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ സ്ത്രീലമ്പടനായിരുന്നു എന്നും കഅബാലയം വേശ്യാലയം, ഞാൻ വാക്കനെ പ്രയോഗിക്കുമ്പോൾ ഞാൻ ആൾക്കാർക്ക് തിരിയാൻ വേണ്ടി പറയാം, അങ്ങനെ എഴുതിയൊരു ബുക്കാണ് ഈ സൽമാൻ റുഷ്ദിയുടെ പുസ്തകം. ആ ബുക്ക് നിരോധിച്ചു രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി. നിങ്ങൾ എന്താ പറഞ്ഞത്? നിരോധിച്ചത് കഷ്ടമായി പോയി. അതിൻ്റെ അർത്ഥം എന്താ? വിൽക്കേണ്ടിയിരുന്നു എന്നല്ലേ? ആയിഷ ബീവിയെ മോശാക്കിയില്ലേ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ മോശാക്കിയില്ലേ? എന്നിട്ട് മാത്രമല്ല, ആ പ്രവാചകനെ കളിയാക്കിയ ആൾക്ക് എവിടെ അഭയം കൊടുത്തു? തസ്ലീമ നസീറിന് എവിടെ അഭയം കൊടുത്തത്? നിങ്ങൾ ഭരിക്കുമ്പോഴല്ലേ? നിങ്ങൾ പറയാത്തതുണ്ടോ? എന്നിട്ട് പ്രവാചക തിരുമേനിതാ കുട്ടിക്കാലത്ത് കല്യാണം കഴിച്ചു പറഞ്ഞപ്പോൾ ബഹാവുദ്ദീൻ ഉസ്താദ് എന്താ പറഞ്ഞത്? ബഹാവുദ്ദീൻ ഉസ്താദ് പറഞ്ഞത് ആ നൂറ്റാണ്ടിലല്ല, ഇപ്പൊ അടുത്തും കൂടി ഇങ്ങനെ നടന്നു. എന്തിനാ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികളെ കല്യാണം കഴിഞ്ഞെന്നല്ലോ, 8 7 9 അല്ലേ? എത്ര ഉണ്ടായിരുന്നു? ഇപ്പൊ നമ്മള് നബി ഉസ്താദിയും ഖദീജാത്തിയും മാത്രല്ല, ചക്കിയടുത്തിയും മുണ്ടിയടുത്തിയും കാർത്തിയാനിയടുത്തിയും എല്ലാവരും കല്യാണം നമ്മളെ നാട്ടിൽ നടന്നത് വളരെ ചെറുപ്പത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ പറഞ്ഞപ്പോ എന്നാ പേര് നിഷേധിക്കണ്ടേ? ബഹാവുദ്ദീൻ ഉസ്താദ് പറഞ്ഞ ആ ആളുടെ കുടുംബത്തിൽ ഇന്ന ആളത് ആ വയസ്സിലല്ലാന്നല്ല നിങ്ങൾ പറയേണ്ടത്. അപ്പൊ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തിയെന്നല്ല, അപകീർത്തിപ്പെടുത്താനല്ല. പ്രവാചകനെ പറഞ്ഞപ്പോ സ്വാഭാവികമായും ഇപ്പുറത്ത് അങ്ങനെ നടന്ന കഥകൾ നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മളെന്ത് ചെയ്തു പറയോ, ബഹുഭാര്യാത്വത്തിന്റെ ആ ലിസ്റ്റിൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാൻ എണ്ണിയാണ്ട് പറഞ്ഞുതരാം. കാർൽ മാക്സിന് എത്ര ഉണ്ടായിന്ന് അറിയാം ഞങ്ങൾക്ക്? കാർൽ മാക്സിന്റെ ഒരു കുട്ടിയെ സംബന്ധിച്ച് എംഗൽസും ഇയാളും കൂടി നറുക്കിട്ടില്ലേ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എന്തെല്ലാം വിഷയങ്ങൾ ഇതൊക്കെ വായിച്ചിട്ടാണോ? ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരുപാട് വേണ്ട. സഖാവ് ഗോവിന്ദന്റെ ഒരു പ്രസ്താവന ഉണ്ടെന്ന്. സഖാവ് ഗോവിന്ദന്റെ ഒരു പ്രസ്താവന എന്താ മൂപ്പര് പറഞ്ഞതെന്നറിയാം? മൂപ്പര് പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ആർക്കൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് അറിയാങ്ങള്? 16 MP-മാരും 135 MLA-മാരും കറക്റ്റ് കണക്ക് കൊടുത്തിട്ട് ഇന്ന് ആര് പറയുന്നു? സാക്ഷാൽ ഗോവിന്ദൻ മാഷ് പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ അള്ളാന്റെ റസൂലിനെ ഇങ്ങനെ കുതിര കയറിയിട്ട് ഇപ്പൊ ഈ സമരം NH സമരം നടക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതക്കാരെന്ന് പറഞ്ഞത് മുത്ത് നബിനെ കളിയാക്കിയിട്ട് പറഞ്ഞതാണ്. അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മതാനുയായികൾക്ക് അവരുടെ രോഷം പൊട്ടൂലേ? അവർ പറയൂലേ? അവരാ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ചെയ്യുന്ന പണി എന്താ? അതിന്റെ മുമ്പട്ട് നിങ്ങൾ ഏതുമില്ലാതെ പോയില്ലേ? എന്തിന്? മാനിപ്പാടം തൂർക്കുന്നതിനെതിരെ ദാറുൽ ഹുദയിലേക്ക് മാർച്ച്. ദാറുൽ ഹുദ വില്ലേജ് ഓഫീസ് ഒന്നുമില്ലല്ലോ. പിന്നെ ആരാ? ബഹാവുദ്ദീൻ ഉസ്താദ് ആരാ? താലൂക്ക് ഓഫീസറാ. പാടം തൂർക്കുന്നതിനെതിരെ അങ്ങണ്ടല്ല പോകേണ്ടത്. അങ്ങനെ പാടം തൂർത്താണെങ്കിൽ ചെമ്പ്രയിലെ ഓഫീസ് അങ്ങനല്ലേ? അവിടെ അപ്പുറത്തുള്ള ആശുപത്രി ഉണ്ടാക്കിയത് എങ്ങനെ? കൊപ്പത്ത് ഞാൻ മിഞ്ഞാന്ന് പ്രസംഗിക്കാൻ പോകുമ്പോൾ കൊപ്പത്ത് നെല്ല് ചുറ്റോട് ചുറ്റും നടുവില് കൊപ്പം ലോക്കൽ കമ്മിറ്റി ഓഫീസ് കൊപ്പം. നിങ്ങളറിയോ? കുട്ടനാട്ടിലൊക്കെ പോയിട്ട് വയൽ നികത്തിയിട്ട് മരം നട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറെ മൂത്ത മരങ്ങൾ പോയി വെട്ടിയത്. ഇളമരം കരീമായിരുന്നു അതിന്റെ മുന്നിൽ. ഈ മൂത്ത മരം വെട്ടുമ്പോൾ ഇളമരം കരീമ് പെരണ്ടാക്കിയത് എവിടെയാണെന്നറിയാം നിങ്ങൾക്ക്? അതേമാതിരി പാടം തൂർത്തിട്ടാണ്. നിങ്ങൾക്ക് പാടം തൂർക്കുക ഒന്ന് വിഷയം. ഈ ചെമ്പ്രയിലെ ഓഫീസിനെതിരെ തിരൂർ താലൂക്കിലെ റവന്യൂ ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ചിരുന്നു. അന്നത്തെ ജില്ലാ സെക്രട്ടറിയുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ജില്ലാ സെക്രട്ടറിനോട് വിശദീകരണം ചോദിച്ചു, ഇതുവരെ മറുപടി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്കെല്ലാം അങ്ങക്ക് പാടം തൂർക്കുക. തൂരാത്ത പാടവും തൂരും നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്കെല്ലാം കുലുമ്പ, നിങ്ങൾക്ക് കേസിലകപ്പെടാൻ നിങ്ങൾക്ക് തോന്നിയ പോലെ ആവാം. എന്നിട്ടിപ്പോൾ ഇന്നലെ ഈ വിവാദം വിഷയമൊക്കെ ഉണ്ടായ പമ്പർന്നോള് ഓൾക്കെതിരെ ആരോപണം ഉന്നയിച്ചവരൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് അതിനെ സംബന്ധിച്ച് പറയാണ്. അപ്പോൾ അതിൽപ്പെട്ട ആളുകളൊക്കെ പറയും ഞങ്ങൾ കുടുംബമുണ്ട്, കൂട്ടുണ്ട്, മറ്റുള്ളവരുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ നിങ്ങൾ കുറ്റിപ്പുറത്ത് ഈ വർത്താനൊക്കെ പറയുമ്പോൾ എൻ്റെ ഭാര്യനായിട്ട് ഞാൻ കുൽസാത്താനെ കാണാൻ പോയപ്പോൾ അന്ന് അവരിരുന്നൊരു ഇരുത്തുണ്ട്. ഓനെ ഇത് കണ്ടോ? പേപ്പർ കൊടുത്തിടുമ്പോൾ കണ്ട എനിക്കും ഇല്ല കുട്ടികളും മക്കളും. ഞങ്ങളത് അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ചാനലേരും പത്രക്കാരൊക്കെ കൂടി കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മേൽക്ക് കറുപ്പ് ശീല വരെ എറിഞ്ഞവരാണ്.
ഇന്നലെ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചോദ്യം ചോദിച്ച് നമ്മളെ ശ്രീകണ്ഠൻ MP-നോട് തട്ടിക്കയറുകയാണ് വരും. നിങ്ങൾ ഒളിച്ചോടല്ലേ എന്ന് ഞാൻ ചോദിക്കണം. നിങ്ങൾക്ക് ഉസറുള്ള വാപ്പാൻ്റെ കുട്ടികൾക്ക് ജനിച്ചവരാണ് ഈ ചാനലേരെങ്കിൽ നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ പോയിട്ട് ഈ ചുറ്റുപാട്ടിൽ ഈ കുൽമാലിപ്പെട്ടവരോടൊക്കെ ഒന്ന് പോയി ചോദിച്ചാലുണ്ട. ഒന്ന് ചോദിക്കുക. നിങ്ങൾ ഒടുക്കത്തെ പോക്കൈക്കാരം അങ്ങോട്ട് ചെന്നാൽ നിങ്ങൾ ഞങ്ങളെ അടുത്തേക്ക് വരണതിനാന്നറിയോ? ഞങ്ങളൊക്കെ ഒരു പതള്ള ടീമാണ്. പാഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങളെ നെഞ്ഞത്തേക്ക് വരുമ്പോൾ ഞങ്ങളൊക്കെ മര്യാദക്കാരാണെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളെ വല്ലാതെ മേക്കിട്ട് കയറുന്നത്. എന്നാ ഇടതുപക്ഷത്തിലെ ഇതുമാതിരിയുള്ള വിഷയമുള്ളവൻ്റെ അടുത്തേക്ക് നിങ്ങളൊന്ന് പോവുമോ? രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം നടന്നെന്നുള്ള കാരണം പറഞ്ഞിട്ടാണ് ഷാഫി പറമ്പിൽ നിങ്ങൾ ഈ കോലത്തിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേർക്ക് വന്നല്ലോ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഇവരൊക്കെ സംരക്ഷിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പോയിട്ട് 2 ചോദ്യം ചോദിക്കാൻ നട്ടലുണ്ട് നിങ്ങൾക്ക്? കഴിയോ? അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഞങ്ങൾ മര്യാദക്കാരായതുകൊണ്ടാണ്. മാർച്ചിറ്റേരെ പോലെ ഞങ്ങളും ആയാൽ പിന്നെ ഇവിടെ എന്ത് സമാധാനമുള്ളത്? ഇവിടെ അതൊന്നുമല്ല വിഷയം. ഇവിടെ അതാ വോട്ടർ പട്ടിക തിരുത്തുന്നു. വോട്ടുണ്ടെങ്കിലേ ഇഷ്ടമുള്ളവനെ കയറ്റാനും ഇഷ്ടമില്ലാത്തവനെ ഇറക്കാനും പറ്റുള്ളൂ. ആ പട്ടിക തന്നെ അവതാരത്തിലായ പിന്നെ എങ്ങനെ ഇത് കയറ്റുക? ഇപ്പം ഈ അപകടകരമായ വളവ് എന്ന് എഴുതി വെച്ചൊരു ബോർഡ് ഏതാ അപകടത്തിൽപ്പെട്ട് വളഞ്ഞിരിക്കുന്നു പറഞ്ഞു പണ്ടാരോ എന്ന പോലെ അതെന്നെ അവതാളത്തിലായ പിന്നെ എന്താ സ്ഥിതി? അപ്പം അതാണ്. അപ്പോൾ എന്താണെന്നറിയോ, ഇയാളുടെ പോക്ക് നരേന്ദ്രമോദിക്കൊത്ത പോക്കാണ്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ ഇതുപോലെ തട്ടിമറി നടന്നിട്ട് സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോൾ കേരളത്തിൽ കാണുന്നില്ല, പൊതുവിലില്ല. കേന്ദ്രം ഇപ്പോൾ ഈ BJP ഏറ്റെടുത്തതിൻ്റെ ശേഷം ആകെയുള്ളൊരു സുഖം എന്താണെന്നറിയോ? മാർക്സിസ്റ്റേരെ നിങ്ങളെ ജാഥയില്ല എന്നുള്ളൊരു സുഖം മാത്രമേ ഉള്ളൂ. മറ്റേതും കണ്ട അവിടെ റേഷനരിക്ക് 1 ഉറുപ്പ്യ കൂട്ടുമ്പോൾ 2 പൈസ കൂട്ടുമ്പോൾ പന്തം കൊളുത്തി പ്രകടനം മാതിരിവ് ഉണ്ടാകുമ്പോൾ കാണാൻ നമ്മൾ അങ്ങാടി ഓങ്ങൽക്കൊക്കെ ഉണ്ട്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ? അപ്പോഴാണ് നമ്മളറിയാം. പക്ഷെ ഇപ്പം അതൊന്നുമില്ല. ഇപ്പം എത്ര കാലമായി ഇവരൊരു ജാഥ എല്ലാം പോലെ ഭാരത് ബന്ദ്, അഖിലേന്ത്യാ പണിമുടക്ക്, കലക്ട്രേറ്റ് വളയൽ, സെക്രട്ടേറിയറ്റ് നീരൽ, ഒരു രോഗമില്ലല്ലോ. ഇപ്പോൾ ആ അസുഖമൊന്നുമില്ല. ഇപ്പം കണ്ട ഞാനിങ്ങനെ നോക്കിയപ്പോൾ അടുത്ത് വല്ല പരിപാടി നടത്തി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദേശാഭിമാനിയിൽ ഒരു ദിവസം തിരിയിട്ട് തിരഞ്ഞ് അപ്പോൾ അതാ തിരൂർ പോളിടെക്നിക്കിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ദേശാഭിമാനിയിൽ ഒരു ധർണ നടത്തി DYFI. കൗതുകത്തോടു കൂടി നോക്കിയപ്പോൾ എന്താ അറിയാം? ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് അതിൽ പറയണത് അറിയോ? ആമസോൺ വനാന്തരങ്ങളിലെ തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിയാത്ത ബ്രസീൽ ഗവൺമെന്റിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ ബ്രസീൽ എംബസിക്ക് മുന്നിൽ റഹീം സഖാവിന്റെ നേതൃത്വത്തിൽ DYFI ധർണ നടത്തിയിരുന്നു. നോക്കണം നിങ്ങൾ, ഇവിടെ ഒന്നും തീയില്ല. ആമസോൺ ഇവിടെ തീയില്ലായിട്ട് അവിടെ പോയിട്ട് ആമസോൺ വനാന്തരങ്ങളിലെ തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിയാത്ത ബ്രസീൽ ഗവൺമെന്റിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ ബ്രസീൽ എംബസിക്ക് മുമ്പിൽ DYFI റഹീമിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തിയിരുന്നു. ഈ പോക്ക് നിങ്ങൾ പോയാൽ അടുത്ത നിങ്ങളെ ധർണ എവിടേക്കാരെന്നറിയാം? കാരണം എന്തേക്കാരെന്നറിയാം? കൃഷിയിടങ്ങൾക്ക് അനുഗുണമല്ലാത്ത രീതിയിൽ മഴ വർഷിക്കാത്ത കാർമേഘ പടലങ്ങളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് അന്തരീക്ഷത്തിൽ നിന്നൊരു ജാഥ ആരംഭിച്ച് യുറാനസ്, ബുധൻ, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നിവിടങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങി ചൊവ്വയിൽ ഒരു കുത്തിയിരിപ്പ് സമരം നടത്താനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനൊരു പാർട്ടി ആലം ദുന്യാവിലുണ്ടോ? ഇപ്പം ആകെയുള്ളൊരു സുഖം എന്താ വെച്ചാൽ നിങ്ങളെ ജാഥ ഇല്ല എന്നുള്ളൊരു സുഖമുള്ളൂ. എന്താണ് വിലക്കയറ്റം, എന്താണ് സംഭവങ്ങൾ എല്ലാം നിലച്ചിരിക്കുകയാണ്. ചികിത്സകൾ, ആനുകൂല്യങ്ങൾ, ക്ഷേമ പെൻഷനുകൾ, എല്ലാം ഉച്ചക്കഞ്ഞി എല്ലാം അവതാളത്തിലായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജനകീയ വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാതെ ഈ കാഫിർ പ്രയോഗം, മറ്റുള്ള പ്രയോഗം, ഇതിൻ്റെ ഒക്കെ പിന്നിൽ പോയിട്ട് ഈ നാടിൻ്റെ ശ്രദ്ധ മറ്റൊരു വഴിക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. അതാണ് രാഹുൽ ഗാന്ധി നടത്തിയ ഈ ശ്രമത്തിൻ്റെ അടിയിൽ ലൈക്ക് ഇട്ടിക്കുന്നത്. ഇങ്ങനെ വേറൊരാളിട്ടിട്ടുണ്ട്, ഉണ്ടയില്ലാ വെടി. ആരാണെന്ന് അറിയാം നിങ്ങൾ? അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിലൊരു ചെക്കനാണ്. ഉണ്ടയില്ലാ വെടി. രാഹുൽ എടുക്കണ ഈ പണി ആർക്ക് വേണ്ടിയാ? കോൺഗ്രസിന് വേണ്ടിയിട്ടാണ്. അപ്പം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല. 2 കാരണം കൊണ്ടാണ്. ഒന്ന്, കോൺഗ്രസ് അധികാരത്തിൽ കയറുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല, BJPനെ ഇറക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല. 2, ഇപ്പം BJP എടുക്കണ ഈ വോട്ടിൽ അട്ടിമറി കണ്ണൂർ നിങ്ങൾ കുറേ എടുത്തതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നാടിൻ്റെ നന്മ മനസ്സിലാക്കി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ ശക്തി
ഉത്തരോത്തരം ഉയരത്തിൽ ഉയർത്തിപ്പിടിക്കാൻ അനുഗുണമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനായി പ്രബുദ്ധമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇന്നത്തെ ഈ ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങ് ഒരു നിമിത്തമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ സഖാക്കൾ ഒരു അവസരം കൂടി നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് മറ്റൊരു പരിപാടിയിൽ അവിടെ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ജയ് മുസ്ലിം. വളരെ